കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. വരുമാപത്തിൽ നൽകുണ താൻ, പെരും താപത്തിൽ നൽകണൽ താൻ. വരുമാപത്തിൽ നൽകുണ താൻ, പെരും താപത്തിൽ നൽകണൽ താൻ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും വരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുമെൻ ജീവിത പാതയിലും വരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തു വിശ്വാസികൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടുന്നവർ ആകരുത്. ദൈനംദിന ആവശ്യങ്ങൾക്കായി വിശ്വാസി ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കണം. പക്ഷിമൃഗാദികളെ പുലർത്തുന്നവനും താമരയെ മനോഹരമായി ചമയിക്കുന്നവനുമായ ദൈവം തൻ്റെ മക്കളെ പുലർത്തുവാൻ മതിയായവനാകുന്നു. ദൈവത്തോട് ബന്ധമില്ലാത്തവർ ആണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നത്. ആകുലത അഥവാ ഉത്കണ്ഠയുടെ ഉറവിടം ദൈവാശ്രയമില്ലാത്ത മനസ്സാണ്. ഇവിടെ വിചാരപ്പെടാതെ ജീവിക്കുന്ന പറവുകളെയും അധ്വാനിക്കാതെയും നൂൽക്കാതെയും മനോഹരമായി ചമഞ്ഞു നിൽക്കുന്ന താമരയെയും കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. മത്തായി 6:33-34 വാക്യങ്ങൾ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന 1 പത്രോസ് 5:7 പറയുന്നത്. ആകാശത്തിലെ പറവുകൾ അതിൻ്റെ ആഹാരത്തിന് വേണ്ടി കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. വയലിലെ താമര അതിൻ്റെ അലങ്കാരത്തിന് വേണ്ടി നൂൽക്കുന്നതുമില്ല. പറവുകൾക്ക് ഭക്ഷണവും താമരയ്ക്ക് രൂപഭംഗിയും നൽകിയ ദൈവം നമ്മുടെ ആവശ്യങ്ങളും അറിയുന്നവനാണ്. താമരപ്പൂക്കൾക്ക് അഴകും ആകൃതിയും വർണ്ണവും സുഗന്ധവും എല്ലാം നൽകിയത് ദൈവം തമ്പുരാനാണ്. ശാസ്ത്രം ഇത്രമാത്രം വളർച്ച പ്രാപിച്ചിട്ടും രാസപദാർത്ഥങ്ങളുടെ നിശ്ചിത സംയോജനത്തിലൂടെയോ അത്യാധുനിക പരീക്ഷണങ്ങളിലൂടെയോ ഒരു താമര ഇതൾ പോലും നിർമ്മിച്ചെടുക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രമല്ലാതെ ജീവനും ചൈതന്യവും സൗന്ദര്യവും സൗരഭ്യമുള്ള പുഷ്പം രൂപകൽപ്പന ചെയ്യുവാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന സന്ദേശമാണ് വയലിലെ താമര നമുക്ക് നൽകുന്നത്. ആകാശത്തിലെ പറവുകളും ആകർഷകമായ പുഷ്പങ്ങളും മാത്രമല്ല, പ്രകൃതിയിലെ ഭംഗിയേറിയ സകല ദൃശ്യങ്ങളും ദൈവസാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രഥമ രാഷ്ട്രപതി രാജ്യത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ സ്ഥാനമൊഴിഞ്ഞ അന്നത്തെ ഗവർണർ ജനറൽ നൽകിയ സന്ദേശം അവസാനിപ്പിച്ചത്, പ്രാഥമിക പദാർത്ഥങ്ങളിൽ നിന്നും ഈ ലോകത്തെ മനോഹരവും മഹോന്നതവുമായി സൃഷ്ടിച്ച ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. പ്രകൃതിയിലെ സകല രഹസ്യങ്ങളും പ്രതിഭാസങ്ങളും സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം പറയുന്നു. സങ്കീർത്തനം 19:1 വായിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന. എത്രയോ നിഗൂഢതകളുടെ ആകാരമാണ് ഈ പ്രകൃതി. ആകാശത്തിലെ ഗോളങ്ങളും നക്ഷത്രങ്ങളും നിശ്ചിതമായ ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുന്നതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 148-ാം സങ്കീർത്തനം 6-ാം വാക്യം ഇതിന് മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്: ദൈവം അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. ദൈവം പ്രകൃതിയിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും പ്രകൃതി മനുഷ്യനെ പഠിപ്പിക്കുന്നു. ജെയിംസ് ജീൻസ് എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത്, നിശ്ചിത ബുദ്ധിയുള്ള
ഒരു ജ്യോതിശാസ്ത്രജ്ഞന് ഒരിക്കലും ഒരു നിരീശ്വരവാദിയായി തീരുവാൻ സാധ്യമല്ല എന്നാണ്. പ്രശസ്ത ഭാരതീയ ശാസ്ത്രജ്ഞനായ സർ CV രാമൻ പറഞ്ഞത്, പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് നാം കൂടുതൽ ഇറങ്ങിച്ചെല്ലും തോറും പ്രപഞ്ചനാഥൻ്റെ ഗുണവിശേഷങ്ങൾ ഓർത്ത് അത്ഭുതമുഖരായിത്തീരും എന്ന്. ഈ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയല്ലേ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നാം ഇന്നും നിരാശയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. നിരാശ, ആകുലത നമ്മെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മത്തായി 6:33, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മുൻപേ ദൈവഹിതം അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. അവർക്ക് ആകുലപ്പെടേണ്ടിയും വരില്ല. വിചാരപ്പെടാതിരിക്കാനുള്ള വേറൊരു മാർഗം പൗലോസ് പറയുന്നത് പ്രാർത്ഥന എന്ന. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പ് ലേഖനം 4:6-8 വരെ. മാർട്ടിൻ ലൂതർ പറഞ്ഞിട്ടുള്ളത്, പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊള്ളും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മുടെ ചുമലിൽ നിന്ന് ദൈവത്തിൻ്റെ ചുമലിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, എന്നാൽ അത് കർത്താവിനറിയാം. അവനത് നിർവഹിച്ചു കൊള്ളും. കർത്താവേ, മുൻപേ നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാനും ഭാരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശക്തി പ്രാപിപ്പാനും എന്നെയും സഹായിക്കണമേ. ആമേൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാനന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു